ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വന്നത് രണ്ട് 7 സീറ്റ് വാഹനങ്ങളായിട്ടാണ്. മാരുതി സുസുക്കിൻ്റെ എർട്ടിഗയാണ് വണ്ടി വരുന്നത്. ഒന്ന് ഡീസലും ഒന്ന് പെട്രോളാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തികരണമൊക്കെ ഉള്ള വണ്ടികളാണ്. ഡീസലിൽ 1.3 ലിറ്ററാണ് വണ്ടിക്ക് വരുന്നത് CC. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 18-20 ലെവലിലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ പൊതുവേ കുറവുണ്ടാവുക. പെട്രോളിൽ വരുന്നത് 1.2 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 13-16 ഉള്ളിലൊക്കെ വണ്ടിക്ക് മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ 7 സീറ്റ് വാഹനങ്ങളിൽ എർട്ടിഗയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഓർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് രണ്ടും. ബാക്കി മൊത്തമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അതിന് തന്നെ വരുന്ന വണ്ടി പെട്രോളാണ്. 2013 വണ്ടീൻ്റെ മോഡൽ വരുന്നത്. VXE ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. 1,05,000 കിലോമീറ്റർ വണ്ടി നിലവിൽ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തികരണമൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ പെട്രോൾ എഞ്ചിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം നമുക്കൊരു 13-15 വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. KL01 തിരുവനന്തപുരം രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. കുഴപ്പമില്ലാത്ത വൃത്തികരണമൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ ഭാഗം നോക്കുന്നുണ്ടെങ്കിൽ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ VXE ആയതുകൊണ്ട് തന്നെ 4 പവർ വിൻഡോ വണ്ടിക്ക് വരും. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ സെൻട്രൽ AC, കമ്പനി സ്റ്റീരിയോ, ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത വൃത്തികരണമൊക്കെ വണ്ടിയുണ്ട്. പിന്നെ സെൻട്രൽ ലോക്കൊക്കെ വണ്ടിക്ക് വരും. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 3,40,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 2,80-3 ലക്ഷം വരെയൊക്കെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. 7,700 നമ്പർ കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. അപ്പോൾ പെട്രോൾ വണ്ടിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഒരു പറ്റിയ വണ്ടിയാണ്. അപ്പോൾ അടുത്ത വണ്ടി വരുന്നത് ഡീസൽ വണ്ടിയാണ്. 2015 മോഡലാണ് എർട്ടിഗ. VDI ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. 1,20,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 18-20 ലെവലിലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. KL39 തൃപ്പൂണിത്തുറ രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത വൃത്തികരണമൊക്കെ ഉണ്ട്. സെയിം ഓപ്ഷൻ തന്നെ വണ്ടി വരിക. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, കമ്പനി സ്റ്റീരിയോ, സെൻട്രൽ AC, സെൻട്രൽ ലോക്ക്, അതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരും. അപ്പോൾ ഡീസൽ വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,75,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 4,30,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് വണ്ടിയും നിലവിൽ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്. രാമനാട്ടുകര അടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മാരുതി സുസുക്കിൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. വേറെ പുറംഭാഗം കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി. അപ്പം ഡീസലും പെട്രോളും അവൈലബിൾ ആണ്. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.